ഹലോ ഗൈസ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. 5ാമത്തെ എപ്പിസോഡിൽ ഔട്ടായത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിനോടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഫ്ലോപ്പായി കിടക്കുന്നു. കാരണം സൗണ്ട് ഇല്ല. എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. പാതിരാത്രിക്ക് ഇരുന്ന് ഉറക്കം നിന്ന് ചെയ്തതാണ്. 2 മണിക്ക് ചെയ്തതാണ്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് മിസ്റ്റേക്കാ പറ്റിയെന്ന് അറിയത്തില്ല. അതുവരെ ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആയിരുന്നു. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കേൾക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം അതിനകത്ത് സൗണ്ട് എത്ര കുറവാണ്. നല്ല ഫോണൊക്കെയാണ് ഇത്തിരി സൗണ്ട് കൂട്ടി വെച്ചാൽ കേൾക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും സോറി പറയുന്നു. അതിനകത്ത് ഞാൻ വിശദമായിട്ട് ആ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം. അത് കാരണം ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ ചെയ്യാതിരുന്നാൽ ഈ യൂട്യൂബിന്റെ ആൽഗോരിതം എടുത്ത് നമ്മളെ കളയുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ എലിമിനേറ്റ് ആയവരെയും കണ്ടല്ലോ. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ എലിമിനേഷൻ പ്രോസസ് എല്ലാം ശരിയായ രീതിയിലാണോ നടക്കുന്നതെന്നൊന്ന് പറയുമോ? ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തു. കാരണം എനിക്കിത് ആരൊക്കെയോ ഡിസൈഡ് ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന സ്ക്രിപ്റ്റ് പോലെയാണ് തോന്നുന്നത്. കാരണം ഇന്നവരെ എടുത്തു കളയണമെന്നുള്ളത് അത് അങ്ങനെ ഒരു ഡിസിഷൻ മുൻപേ തന്നെ എടുത്തു വെച്ചിരിക്കുന്നതായിട്ട് തോന്നിയത്. ഒരു പക്ഷെ ഈ പറയുന്ന കൂട്ട് ആരെയെങ്കിലും ഒക്കെ ഇവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ആരെ അകത്ത് വിടണം എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അത് നമ്മൾ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ അത്രയും ദിവസം ഈ ഷോ ഓടിക്കാൻ പറ്റാത്തത് കൊണ്ടാവണം അവരിങ്ങനെ ഒരു പ്രോസസ് എല്ലാം ചെയ്യുന്നതും. പിന്നെ ഷോ ഇത്രയും ദിവസം ഓടുമ്പം അവർക്കും കാശ് കിട്ടിക്കൊണ്ടേയിരിക്കുകയല്ലേ, അതുകൊണ്ടാവണം. എനിക്ക് പക്ഷെ ഇതിന്റെ പ്രോസസ്സിൽ പല സമയത്തും അൺഫെയർ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. എനിക്കിതിനെ ഇപ്പൊ ആരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യേണ്ട, ജഡ്ജസിനെ സപ്പോർട്ട് ചെയ്യേണ്ട, കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട. കണ്ടസ്റ്റന്റ് നല്ലതാണ് സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഒരു കാരണവശാലും ബിഗ് ബോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം അത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഷോയാണ്. ഇതിൽ വരുന്ന കോമണേഴ്സിന് എന്താ കിട്ടുമെന്ന് അറിയത്തില്ല. 10 കിട്ടോ 5 കിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. സെലിബ്രിറ്റീസിന് നല്ല പൈസ കൊടുത്തിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ബിഗ് ബോസിന് തന്നെയാണ് ഇതിന്റെ പൈസ. കാരണം നമ്മൾ ഓരോരുത്തരും ഇതിന് ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ കാണാനായിട്ട് കയറിയിരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സൈറ്റിൽ കയറണേ അതിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. അതില്ല നമ്മൾ യൂട്യൂബിൽ കാണുന്ന യൂട്യൂബിൽ അത് ശരിക്കും ഒന്നും ഇടുന്നില്ല. പിന്നെ ഏഷ്യാനെറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു സമയം കാണാൻ പറ്റിയാൽ തന്നെയും ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ചെന്ന് ചേരുന്നത് ഇവിടുത്തെ ഈ പറയുന്നത് കോർപ്പറേറ്റിന്റെ കൈകളിൽ തന്നെയാണ്. അതാണ് ഇതിന്റെ മെയിനായിട്ട്. അല്ലാതെ നമ്മളെ കണ്ട് രസിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് യഥാർത്ഥമായിട്ട് ഏറ്റവും അർഹതപ്പെട്ട കൈകളിലോട്ട് വെച്ചു കൊടുക്കുകയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പല സീസണുകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ സീസണിലൊന്നും അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് ഈ സാധനങ്ങൾ ചെന്നേക്കുന്നത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെന്നേക്കുന്നതെന്നും. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ഓരോ ബിസിനസ് തന്ത്രം കൂടെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മാനിപ്പുലേഷൻ ബിസിനസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് ഇതിനെതിരെ എന്നെ ക്രൂശിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ശരിക്കും ഇതൊരു മാനിപ്പുലേഷൻ സ്ക്രിപ്റ്റഡ് ഷോ തന്നെയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ 24 hours ഒന്നും കട്ട് ചെയ്യാണ്ട് കാണിക്കണം, അല്ലെ? ഒരു കാര്യവും ആ ബിഗ് ബോസിൽ നടക്കുന്ന ഒരു കാര്യവും കട്ട് ചെയ്യാണ്ട് 24 hours ലൈവ് കാണിച്ചാൽ നമുക്ക് പറയാം ഇത് ജെന്യുവിൻ ആണെന്ന് പറയാം. പകരം അവിടെ 100ഓളം പേരുണ്ടെന്ന് പറയുന്നത് ഇതിന്റെ എഡിറ്റിംഗ് സെക്ഷനിൽ മാത്രം. എനിക്കതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ സത്യമാണോ അല്ലയോ എന്നുള്ളത്. അത്രയും പേരൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ പോട്ടെ അതിന്റെ പകുതിയെങ്കിലും പേരുണ്ടാവാം, അത്രയും പേരിരുന്ന് ഇതെല്ലാം യഥാസമയം എഡിറ്റ് ചെയ്ത് നെല്ലും പതിരും തിരിച്ചിട്ട് മാത്രമാണ് നമ്മളിലേക്ക് ഇട്ട് തരുന്നത്. അപ്പൊ അതിന്റെ ജെന്യുവിനിറ്റി നമുക്കും അറിയത്തില്ല. ഒരാള് പിന്നീട് പുറത്തു വന്ന് പറയുമ്പോഴാണ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് അവർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. അത് അവരുടെയും കുഴപ്പമില്ല. അവരിത്രയും കാശ് മുടക്കി ഇത്രയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചിടുമ്പോഴത്തേ അവരും ബിസിനസ് ലാഭം തന്നെയാണ് നോക്കുന്നത്. ആരും പുണ്യം ചെയ്യാനൊന്നും അല്ലല്ലോ, എല്ലാവരും കാശുണ്ടാക്കാൻ തന്നെയല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ഞാനടക്കം ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം നമുക്കും ഇതിൽ നിന്ന് 10% വരുമാനം കിട്ടണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ഒക്കെ ജെന്യുവിൻ ആയിട്ട് ആയിരിക്കണം. എനിക്കത് പ്രത്യേകിച്ച് അഗ്നിപരീക്ഷയിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അഗ്നിപരീക്ഷയിൽ ആരെയോ അവര് ഇതുവരെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആരെ ഉള്ളിൽ വിടണം എന്നുള്ളത്. ആ ആളെ അവര് സേവ് ചെയ്ത് അവസാനം വരെ കൊണ്ടിട്ട് കൊടുക്കും. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം മറ്റൊന്നാണ്. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ആദ്യം മുതൽ തന്നെ, അതായത് 40 കണ്ടസ്റ്റന്റ് ഉള്ളപ്പോ തന്നെ ഇവര് നല്ല ടഫായിട്ടുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമൊക്കെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കൊടുത്ത് ഒരു ലാസ്യമട്ടിലൊക്കെ നിന്നിട്ട് അതിനകത്തുനിന്ന് അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ എവിക്ട് ചെയ്ത് അങ്ങനെ മാറ്റുമല്ല വേണ്ടത്. ഇത് ശരിക്കും നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ അവസാന ടൈമിൽ ഇവർ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നനഞ്ഞ ഓലപ്പടക്കം പോലെ ആയുടെ
അഗ്നിപരീക്ഷ എന്ന് പറയാൻ നമ്മളാ പ്രമേയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് അവിടെ എന്തോ തീ വാരിയിട്ട് കത്തിക്കും, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും, എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിച്ചു. ഇതിപ്പോ ഒരു നനഞ്ഞ ഓലപ്പടക്കം കത്തിച്ചിട്ടാൽ എങ്ങനെ ഷൂന്ന് കേൾക്കും, അതേപോലെ ആയിപ്പോയി. എന്തായാലും ശരി, ഒരു രസമില്ലാത്ത ഒരു ഷോയാണ് ഇപ്പൊ. സത്യം പറഞ്ഞ ഏതെങ്കിലും നിർത്തിവെച്ച് ബിഗ് ബോസ് തുടങ്ങിയാൽ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടെന്ന് തോന്നും. കുറച്ചുകൂടെ ഒക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുമെങ്കിലും ചെയ്യും. ഇത് ആകെപ്പാടെ ബോറടി ആയ പാടത്ത്. നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് ഇത് കേൾക്കുമ്പോൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം.